പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഒരു പ്രത്യേക വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണനയ്ക്കെടുത്ത് 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഡേറ്റ് വെച്ച് ഏതെല്ലാം ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ വീണ്ടും സജീവമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പുനഃപരിശോധനാ ഹർജികൾ മാത്രമല്ല, ശബരിമല കർമ്മസമിതി ശ്രീ SJR കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി, അറിയാമല്ലോ, കേരളം മുഴുവൻ ഒരു മനുഷ്യനെ പോലെ ആചാര ലംഘനത്തിനെതിരെ നടത്തിയ വലിയ ഐതിഹാസികമായ സമരം നമുക്ക് ഓർമ്മയുണ്ട്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കർമ്മസമിതിയുടെ പ്രമുഖ നേതാവാണ് SJR കുമാർജി. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലാണിപ്പോൾ. കാരണം അദ്ദേഹത്തിനെതിരെ ആയിരക്കണക്കിന് കേസുകളാണ്. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ശശികല ടീച്ചർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും 100 കണക്കിന് കേസുകൾ പിണറായി സർക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പ്രതികളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാരെ ആക്രമിച്ചു, ഒരേ ദിവസം ഒരേ സമയം തന്നെ വിവിധ ജില്ലകളിൽ പ്രത്യക്ഷപ്പെട്ട് സമരവും അക്രമവും നടത്തി എന്നൊക്കെ പറഞ്ഞ കേസുകളുണ്ട്. അത്തരം വലിയ സമരത്തിലൂടെയാണ് ശബരിമലയിലെ ആചാര ലംഘനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന് കഴിഞ്ഞത്. പക്ഷേ ആ കർമ്മസമിതി അവിടം കൊണ്ട് നിർത്തിയില്ല. അവർ സുപ്രീം കോടതിയിൽ ഒരു പുതിയ റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. SJR കുമാർ കർമ്മസമിതിക്ക് വേണ്ടി കൊടുത്ത ആ റിട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയൊരു ഡയമെൻഷനോടെ കൂടി ഈ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബെഞ്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ എന്തുകൊണ്ടാണ് ആചാര ലംഘനത്തിന് കേരളത്തിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളെയും എതിരാക്കിക്കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ തയ്യാറായത്? അത്രയും ആളുകളുടെ വോട്ട് നഷ്ടപ്പെട്ടാലും ശബരിമലയിൽ യുവതികളെ കയറ്റിയേ തീരൂ എന്ന് പിണറായി തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? അത് കേവലം നവോത്ഥാന നായകനാകാനുള്ള ശ്രമം മാത്രമായിരുന്നില്ല. വേറെ ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോഴും അറിയില്ല. അതേപോലെ ഈ കേസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? ഇവിടെ സംഘപരിവാർ വിരുദ്ധരായ ചില ആളുകളൊക്കെ പറയും സംഘപരിവാരം ഒരുക്കിയ കെണിയാണ്, അവർ തന്നെ ചില ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് അവർ ഇവിടെ സമരം നടത്തി എന്ന് പറയുന്നുണ്ട്. ചില പേരുകൾ പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഇതൊരു നൗഷാദിൻ്റെ കളിയാണ്. ഈ നൗഷാദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയൊരു ഗൂഢാലോചനയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിൻ്റെ വിവരങ്ങളൊക്കെ പല ഘട്ടത്തിലായി പ്രേരണാകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ, ഹർജിക്കാരിയായിരുന്ന പ്രേരണാകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മൂടിവെച്ചു. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ ചർച്ചയായിട്ടില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, ശബരിമല യുവതീ പ്രവേശന കേസെന്നാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ പാഴ്സി സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾ, അതോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് മസ്ജിദുകളിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജി ഉൾപ്പെടെ ഈ പുനഃപരിശോധനാ ഹർജിയുടെ ഭാഗമായിട്ട് വരും. കേരളത്തിലെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ശബരിമലയെക്കുറിച്ച് മാത്രമാണ് മിണ്ടുന്നത്. അതിന് കാരണം ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. SJR കുമാർ തന്നെ നേരിട്ട് വന്ന് ശബരിമലയെക്കുറിച്ച് ഇതുവരെ കേട്ടത് മാത്രമല്ല സത്യം, നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ശബരിമലയിലെ ആചാര ലംഘനത്തിന് പുറത്തുണ്ട് എന്ന് SJR കുമാർജി ഇന്ന് നേരിട്ട് ഇന്ത്യ ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്ന് 3 മണിക്കും 4 മണിക്കുമായി 2 എപ്പിസോഡുകളിലായി ഞങ്ങളത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഉറപ്പായും നിങ്ങളത് കാണണം. നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗം തന്നെയാണ് ശബരിമല അയ്യപ്പൻ. ആ അയ്യപ്പൻ്റെ ക്ഷേത്രം തകർക്കാൻ, ആചാരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി നടന്ന ശ്രമത്തിനു പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണറിയുക? ഇത് പറയാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ലൈവിലൂടെയാണ് SJR കുമാർ ആദ്യമായി വന്ന് SJR കുമാർജി ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും മിസ്സാവാതെ ഈ 2 വീഡിയോകൾ നിങ്ങൾ കാണണം എന്ന് അഭ്യർത്ഥിക്കാനാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൈലറ്റ് എപ്പിസോഡ് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. ഉറപ്പായും ഈ 2 വീഡിയോകൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇന്ന് അപ്പ് ചെയ്യുന്ന 2 വീഡിയോകളും നിങ്ങൾ കാണണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.